ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലെ തന്നെ ദോശ ചുടാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. നീർദോശയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അധികം വെക്കാറുള്ളതും നീർദോശയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കൂടെ തന്നെ നിങ്ങളിപ്പം ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇതാ ദോശേൻ്റെ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ പത്തിരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ നീർദോശ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഓരോ ബാറ്റർ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് എന്നല്ലാതെ ആരൊക്കെ കാണുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രത്തോളം ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും മടിയാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഇടുക കേട്ടോ. അങ്ങനെ ഇതാ ഒരു ബാറ്റർ റെഡി ആയപ്പോൾ ഇതാ നമ്മൾ ദോശയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ദോശ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. ഞാനധികം ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയാണ് കേട്ടോ. അങ്ങനെ ഇതാ രാവിലത്തെ ആ ഒരു കാലിച്ചായും പിന്നെ 50-50 ബിസ്ക്കറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതും കൂട്ടിയിട്ട് രാവിലത്തെ ആ ഒരു ചായയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് കുറച്ച് ബിസി ആയിപ്പോയിട്ടോ. അതാണ് കേട്ടോ ഇന്നലെ വീഡിയോ കാണാത്തത്. അങ്ങനെ ഇതാ ദോശയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇതാ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു ദോശയായാലും ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എളുപ്പത്തിന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് തലേന്നത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് പിന്നെ ഞാൻ വേഗം ചൂടാക്കി എടുത്തത്. തലേന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി വെക്കുന്ന സമയത്ത് പിറ്റേന്നേക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണല്ലോ കൂട്ടാറുള്ളത്. അങ്ങനെ ഇതാ രാവിലത്തെ ചായയും കറിയും കാര്യങ്ങളും കടിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ബീഫ് കറി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതാണ് ഇന്നത്തെ കോംബോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അതും കൂട്ടി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ അത്യാവശ്യം നല്ല പോലെ മഞ്ഞുള്ള ദിവസങ്ങളാണ് കേട്ടോ. നല്ല പോലെ മഞ്ഞന്നെ ഉണ്ട്. അങ്ങനെ ഇതാ മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പം വെക്കേഷനും കാര്യമൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് മക്കൾ നന്നായിട്ട് മുറ്റത്ത് കളിയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് മുറ്റം അടിച്ചാരി എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ അടുക്കളേൻ്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് പിന്നെ ഞാൻ വന്നിട്ട് അടിച്ചാരി എടുക്കുന്നത്. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല പോലെ ഇല വിൽക്കുന്ന ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മൾ വീടിൻ്റെ ഒരു സൈഡും അത്യാവശ്യം നല്ല പോലെ ഇല ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുത്താൽ ഇന്നത്തെ മുറ്റടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിയും. പറമ്പിൽ അത്യാവശ്യം നല്ല പോലെ കാടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് ഈ ഒരു മുളകും തൊയ്യ്. ഇത് പടവും മുളിച്ചുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പടവമൊക്കെ മുളിച്ചുണ്ടാവുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇതാ കാന്താരിയും കാര്യങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഇളയതുണ്ട്, അതുപോലെ നല്ല മൂത്തതും ഉണ്ട് കേട്ടോ. ചിലതൊക്കെ കിളി തിന്ന് പോകാറുണ്ട്. നല്ല പഴുത്തതൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പകുതിയോളം തിന്നിട്ട് ബാക്കി അവിടെ തന്നെ വെച്ച് പോയതാണ്. ഞാൻ കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടോ. കാരണം കാന്താരി ഉണ്ടായതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല പോലെ എരിവുള്ള മുളകും കൂടിയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് പൈസ എടുത്ത് വാങ്ങേണ്ട ആവശ്യം വരില്ലല്ലോ. അങ്ങനെ ഇതാ കുറച്ച് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാന്താരി തന്നെ. പിന്നെ ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള കാന്താരി കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല പോലെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പച്ചരി ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിപ്പൊടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്ന് നീർദോശ ഉണ്ടാക്കാൻ കുറച്ച് പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരിത്തിരി പത്തിരിപ്പൊടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും പൂതിയാവുമ്പോൾ നമുക്ക് പത്തിരി ചുടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പം വേഗം വന്നിട്ട് ഇതാ പച്ചരി കഴുകി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് എത്ര കിലോ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അളന്നെടുക്കുകയാണ്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയപ്പം നമ്മൾ അളക്കലോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ പാളന്നൊക്കെ എടുത്ത് മൊത്തത്തിലൊന്ന് നല്ല പോലെ കേക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്പട്ടിയിലിട്ടിട്ടാണ് നമ്മൾ പച്ചരി കേക്ക് എടുക്കുന്നത്. അത്യാവശ്യം ഒരു 5 കിലോ പോരുണ്ട് കേട്ടോ. അത് ഈ ഒരു വലിയ ചെമ്പട്ടിയിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ കേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തുള്ള ആ ഒരു കൊട്ടത്തളത്തു നിന്നാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് കേക്ക് എടുക്കുന്നത്. അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് തിരുമ്പി എടുത്തിട്ട് വേണം കേട്ടോ കേക്ക് എടുക്കാൻ. പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്ന സമയം ഇതിൻ്റെ മുകളിലായിട്ട് പൊന്തി വന്നിട്ടുള്ള അരിയാണ് കേട്ടോ പോകുന്നത്. ഈ പൊന്തി വന്നിട്ടുള്ള അരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അരിയായിരിക്കും കേട്ടോ. അതാണ്, അല്ലാതെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നല്ല അരി പോയതല്ല കേട്ടോ. മുകളിൽ
മുകളിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പോലെ തന്നെ അരി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാ നല്ല പോലെ ഒരു 5-6 പ്രാവശ്യം ഞാൻ കേകിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെള്ളം തെളിയുന്ന വരെ തന്നെ കേകിയിട്ടുണ്ട്. പിന്നെ അരിയിൽ കല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പോലെ കേകി ഊറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടില്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. പിന്നെ മുറ്റത്ത് അത്യാവശ്യം നല്ല പോലെ വെയിലുണ്ട് കേട്ടോ. വേഗം വന്നിട്ട് ഞാൻ പായ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണിയിലാണ് കേട്ടോ അരി ചിക്കിയെടുക്കുന്നത്. തേങ്ങ ആട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ അരി ആട്ടിക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു മുറ്റത്തു നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ ഇതാ പായ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു തുണി വിരിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എറുമ്പ് എന്തായാലും ഇതിൽ അരിച്ച് കയറും കേട്ടോ. അപ്പോൾ എറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റോട് ഞാൻ നമ്മളെ ചോക്ക് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആ തുണിയിൽ കൊള്ളാത്ത രീതിയിൽ വരച്ചതാണ്. കുറേ നേരം മുറ്റത്ത് ഇങ്ങനെ അരിയൊക്കെ ചിക്കാൻ ഇറങ്ങിയപ്പോഴേ തലക്ക് നല്ല വെയിൽ തട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ വെയിലുണ്ട്. അത് നല്ല ചൂടും ഉണ്ട് കേട്ടോ വെയിൽ. അങ്ങനെ ഇതാ ഒന്നാമത്തത് ഞാൻ ഊറ്റി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. രണ്ടാമത്തതും നല്ല പോലെ വെള്ളം ഊറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടും മൊത്തത്തിലൊന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ മിക്സാക്കി കൊടുത്താലേ നല്ല പോലെ വെയിൽ തട്ടിയിട്ട് ഉണങ്ങുള്ളൂ കേട്ടോ. അരി നന്നായിട്ട് ചിക്കി പറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ വെള്ളമൊക്കെ ഒലിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതായി വരും കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ വെയിലിൻ്റെ ഒരു ചൊയും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയും കൂടി വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഇതാ ചോറും കാര്യങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഇതാ ഊറ്റിയെടുക്കുകയാണ്. അരി മുറ്റത്ത് ചുക്കി കഴിഞ്ഞാൽ പിന്നെ അത് നോക്കിയിരിക്കലാണ് കേട്ടോ അടുത്ത പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കിളികളോ അല്ലെങ്കിൽ കോഴിക്കളൊക്കെ വന്ന് ചിക്കി പറക്കും കേട്ടോ. അപ്പോൾ അത് ആദ്യം മോനെ നിർത്തിയിട്ടായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ വേഗം വന്നിട്ട് മോൾക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊലായിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് കിളികളൊക്കെ കാണിച്ചു കൊടുത്ത് കണ്ടാണ് കേട്ടോ കഴിപ്പിക്കൽ. ഇപ്പോൾ കുറച്ചായിട്ട് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും മടിയാണ് കേട്ടോ. ആദ്യമൊന്നും ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ വലുതാവും തോറും മക്കൾ പല ചേഞ്ചും വരുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വേഗം വന്നിട്ടാണ് കേട്ടോ നമ്മൾ അകമൊക്കെ അടിച്ചാരി എടുക്കുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അരി കഴുകുക അങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളെ പണി എന്തായാലും നീങ്ങൂല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ നമ്മൾ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരി എടുത്തത്. പിന്നെ ഇതാ കുറേ അലക്കി കൊണ്ടുവന്നത് മടക്കി വെക്കാനുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ ഞാൻ മടക്കി വെക്കുന്നത്. ഇത് ശരിക്കും മറിച്ചിട്ട് അതൊക്കെയാണ് കേട്ടോ മടക്കി വെക്കുന്നത്. കാരണം എനിക്ക് ഒട്ടും നേരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മൊത്തത്തിലൊന്ന് മടക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അങ്ങനെ മടക്കി വെച്ചു. അടിച്ചാറിൽ കഴിഞ്ഞപ്പോൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അരിയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ. തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള മീനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മസാല കൂട്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നേ. അതെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തലേന്നത്താണ് കേട്ടോ. തലേന്ന് വെച്ചാൽ നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതിൽ ബാക്കി വന്നപ്പോൾ അത് ചൂടാക്കിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് അതാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അത് നല്ലപോലെ ചൂടാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതാ ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3 മീനൊക്കെ ധാരാളമാണ് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കറീൻ്റെ ഒക്കെ ആവശ്യം വരിക കേട്ടോ. അങ്ങനെ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് മീൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും ആവശ്യമാണ്. മീൻ ഒരു ഭാഗം നല്ലപോലെ കുക്കായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മറിച്ചിടലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു 3 മീൻ മതി കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഇത് മറിച്ചിട്ടെടുത്തു. പിന്നെ മീൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ ഇത് കഞ്ഞിക്കൂർക്കലാണ് കേട്ടോ. കുഴിച്ചിടാനുള്ളതാണ്. മൂത്തമ്മ കൊടുത്തയച്ചതായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ടില്ല കേട്ടോ. വേഗം കുഴിച്ചിടണം. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാണ് കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചതും ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും ഉണ്ട് കേട്ടോ.
പിന്നെ നമുക്ക് ഓണത്തിന് കിട്ടിയിട്ടുള്ള ഇതുണ്ടല്ലോ പുളിയിഞ്ചി ഉണ്ടല്ലോ അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഉച്ചയത്തെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.